Hello friends, Bangalore Thattukada ഈ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പുതിയൊരു വിഭവമാണ് എഗ് ചില്ലി. നമ്മുടെ ഹോട്ടലുകളിലെല്ലാം പോയിട്ട് എഗ് മസാല, എഗ് കറി ഒക്കെ ധാരാളമായിട്ട് ഓർഡർ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പം അതിൽ നിന്നും ചെറിയൊരു വ്യത്യസ്തമായിട്ടുള്ള ടേസ്റ്റ് നമുക്ക് ഈ എഗ് ചില്ലി എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അതുപോലെ തന്നെ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് അത് നമുക്കൊന്ന് പരിചയപ്പെടാം. ഓക്കെ, അപ്പം നമുക്ക് നമ്മുടെ എഗ് ചില്ലിയുടെ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണമെന്ന് ആദ്യം പരിചയപ്പെടാം. അതിനാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് എഗ്ഗ്, ഒരു 6 എഗ്ഗാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. അത് ചെറിയ കഷ്ണങ്ങളാക്കി, അതായത് ഒരു എഗ്ഗിനെ 4 കഷ്ണങ്ങളാക്കി മുറിച്ചതാണിത്. അടുത്തത് സവോള, അതുപോലെ തന്നെ ഒരു മീഡിയം സൈസ് സവോളയാണ്, 2 സവോളയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതൊരു കുറച്ചൊരു വലുപ്പത്തിൽ, അത്ര ചെറുതാക്കിയിട്ടില്ല, ചെറിയൊരു വലുപ്പത്തിലാണ് ഞാൻ മുറിച്ചിരിക്കുന്നത്. നമ്മുടെ ചിക്കൻ ചില്ലിൻ്റെ എല്ലാം ആ സൈസിലാണ് ഞാൻ സവോള മുറിച്ചിരിക്കുന്നത്. അടുത്തത് ക്യാപ്സിക്കവും അതുപോലെ ഒരു ക്യാപ്സിക്കാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതും കുറച്ച് വലുപ്പത്തിൽ തന്നെയാണ് ക്യാപ്സിക്കവും മുറിച്ചെടുത്തിരിക്കുന്നത്. ഇനി വേണ്ടത് 2 മുട്ട, പുഴുങ്ങിയിട്ടില്ല മുട്ട. നമ്മളിതൊരു മസാല പോലെ ആക്കണം. ഈ പുഴുങ്ങി വെച്ച മുട്ട മുക്കിയെടുക്കാനുള്ളൊരു മസാലയാക്കണം. അതിന് വേണ്ടിയിട്ടാണ് 2 മുട്ട. പിന്നെ വെളുത്തുള്ളി ഒരു 6 അല്ലി വെളുത്തുള്ളിയാണ്, വലിയൊരു അല്ലി വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത്. അത് ചതച്ചതല്ല, ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചതാണ് 6 അല്ലി വെളുത്തുള്ളി. അതുപോലെ തന്നെ ഇഞ്ചി, ചെറിയ കഷ്ണം ഇഞ്ചി, അതും ചെറിയ കഷ്ണമാക്കി മുറിച്ചതാണ്. പിന്നെ വേണ്ടത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ടൊമാറ്റോ സോസ് 3 വലിയ ടീസ്പൂണാണ് ഞാൻ എടുത്തിരിക്കുന്നത്. സോയാ സോസ് ഒരു ടീസ്പൂണ്, കോൺഫ്ലവർ 4 ടീസ്പൂണ്, പച്ചമുളക് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തതാണ്, നീളത്തിൽ അരിഞ്ഞെടുത്തതാണ് പച്ചമുളക്. പിന്നെ ആവശ്യത്തിന് കറിവേപ്പിലയും മല്ലിയിലയും. അപ്പോൾ നമുക്ക് നമ്മുടെ എഗ് ചില്ലി എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് നമുക്ക് അടുത്തതായിട്ട് നോക്കാം. അതിനായിട്ട് ആദ്യം വേണ്ടത് നമുക്കൊരു മസാല ഉണ്ടാക്കിയെടുക്കാനുണ്ട്. അത് ഫസ്റ്റ് നമുക്ക് എങ്ങനെയാണ് മസാല റെഡിയാക്കി എടുക്കുന്നത് നമുക്ക് ഫസ്റ്റ് നോക്കാം. ഓക്കെ, ഇപ്പോൾ അതിനാവശ്യമായ കോൺഫ്ലവർ ഞാൻ പറഞ്ഞു 4 ടീസ്പൂണാണ് കോൺഫ്ലവർ എടുത്തിരിക്കുന്നത്. അത് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നു. അതിലേക്ക് 1 ടീസ്പൂണ് ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ മുട്ട അതിലേക്ക് ഒഴിക്കാം. എന്നിട്ടതൊന്ന് മിക്സ് ചെയ്യാം. നമ്മുടെ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ച മുട്ട ഓരോന്നായിട്ട് മുക്കിയിട്ട് അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഓക്കെ, അപ്പം ഞാനൊരു പാനിൻ്റെ അകത്ത് എണ്ണ ചൂടാകാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഈ എണ്ണ ചൂടായതിനു ശേഷം നമുക്ക് നമ്മുടെ ഓരോ മുട്ട എടുത്തിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ ചൂടായതിനു ശേഷം അന്നേരം തന്നെ സിമ്മിലേക്ക് ആക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. കാരണം പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് ഫ്രൈ ചെയ്ത് ഇട്ടിട്ട് അന്നേരം തന്നെ നമുക്ക് എടുക്കേണ്ടതാണ്. എണ്ണ കുറച്ച് നല്ലോണം ചൂടായതിനു ശേഷം നമുക്ക് ഫ്രൈ ചെയ്യാൻ തുടങ്ങാം. ഓക്കെ, ഇപ്പം ഏകദേശം എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ മുട്ട ഓരോന്നായിട്ട് ഇതിലേക്ക് പാനിലേക്ക് ഈ മസാലയിൽ മുക്കിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഇടാം. ഓക്കെ, അപ്പോൾ നമുക്കിതൊന്ന്
ഇത് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്ക് ഇത് വാങ്ങിയിട്ട് അടുത്തത് എടുത്തിടാം. നല്ലോണം എണ്ണ പോയതിന് ശേഷം നമുക്കൊരു ടിഷ്യൂ പേപ്പറിലേക്ക് മാറ്റിയിടാം. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള മുട്ടകളും നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഓക്കെ, അപ്പം നമ്മുടെ എഗ്ഗ് ഞാനെല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നമ്മുടെ മസാലയിൽ ഇട്ട് ചില്ലീൻ്റെ മസാലയിൽ ഇട്ടിട്ട് നമുക്കൊന്ന് ചില്ലി ആക്കിയെടുക്കാം. എഗ് ചില്ലി ആക്കിയിട്ട് നമുക്ക് എടുക്കാം. അപ്പം ഞാനൊരു ചീൻചട്ടി ഞാനിവിടെ ഒരു ചീൻചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ ഇഞ്ചി ചെറുതായിട്ട് മുറിച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ സവോള അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റാം. സവോള അത്രയധികം അങ്ങനെ വെന്ത് അടിഞ്ഞു പോകുന്ന രീതിയിലാകണ്ട. ചെറിയൊരു വേവ് മാത്രം മതി സവോളക്കല്ല ഇതിനകത്ത് ഇടുന്ന നമ്മുടെ ക്യാപ്സിക്കായാലും എന്തുണ്ടാണെങ്കിലും ചെറിയൊരു വേവ് മാത്രമേ ഞാൻ ഇതിൻ്റെ അകത്ത് ആക്കുന്നുള്ളൂ. എന്നാലും മാത്രമേ എഗ്ഗിൻ്റെ ശരിയായ ടേസ്റ്റ് നമുക്ക് കിട്ടുകയുള്ളൂ. ഓക്കെ, നമുക്കിതിലേക്ക് നമുക്ക് നമ്മുടെ ക്യാപ്സിക്കം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒപ്പം തന്നെ നമുക്ക് മറ്റുള്ള മസാലകൾ ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ നമുക്ക് ഇതിന് വെച്ച് ആഡ് ചെയ്യാം. മുളക് പൊടിയും ഉപ്പും മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനാണ് ഞാനിപ്പോൾ ഇവിടെ ആഡ് ചെയ്യുന്നത്. ഞാനിപ്പം ചെയ്യുന്നത് ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂണ് മുളക് പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ് നമുക്ക് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് പിന്നെ നമ്മുടെ ടേസ്റ്റ് നോക്കിയിട്ട് ആഡ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മുടെ ടൊമാറ്റോ സോസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒപ്പം തന്നെ സോയാ സോസും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മുട്ട നമുക്ക് ഇതിലേക്ക് ഇടാം. അതിനു മുമ്പ് നമ്മൾ മുറിച്ച് വെച്ച പച്ചമുളക് ആദ്യം ഇതിലേക്ക് ഇടാം. അതിന് ശേഷം നമുക്ക് മുട്ട എടുത്തിടാം. കാരണം മുട്ടിയിട്ടതിന് ശേഷം അധികം ഇളക്കാൻ പറ്റൂല, കാരണം പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ പച്ചമുളക് ഇട്ടത്. അല്ലെങ്കിൽ മുട്ടയെല്ലാം ഇട്ടതിന് ശേഷം മാത്രമാണ് പച്ചമുളക് ഇടുക. ഓക്കെ, നമുക്ക് നമ്മുടെ മുട്ട ഇതിലേക്ക് ഇടാം.
നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇതിൽ എക്സ്ട്രാ കളറൊന്നും ആഡ് ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ഒരു കളറ് ചെറിയൊരു മങ്ങലൊക്കെ, കാരണം നമ്മൾ ഹോട്ടലിലെല്ലാം വാങ്ങുകയാണെങ്കിൽ നല്ല ഡാർക്ക് കളറിൽ കാണാം. അതവർ ഫുഡ് കളർ ആഡ് ചെയ്യുന്നതാണ്, റെഡ് കളർ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഓക്കെ, നമ്മുടെ ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്കിതിലേക്ക് നമ്മുടെ കറിവേപ്പിലയും മല്ലിയിലയും ആഡ് ചെയ്തിട്ട് സ്റ്റൗവിൽ നിന്ന് വാങ്ങി വെക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഫ്രണ്ട്സ്, നമ്മുടെ എഗ് ചില്ലി റെഡി ആയിട്ടുണ്ട്. ഇത് ഞാൻ കുറച്ച് ഗ്രേവി കുറച്ചിട്ടാണ് ആക്കിയിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്രേവി വേണമെങ്കിൽ ഗ്രേവി ആക്കാം. കാരണം കുറച്ചും കൂടി ടൊമാറ്റോ സോസ് ഒഴിച്ചിട്ട് കൂടുതൽ നേരം വേവിക്കാതിരുന്നാൽ മതി. അപ്പം നിങ്ങൾക്ക് വേണ്ട രീതിയിലുള്ള ഗ്രേവിക്ക് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവർ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ പുതിയ വീഡിയോസിന് വേണ്ടിയിട്ട്. അപ്പം നമുക്ക് ഇനി ഒരു പുതിയൊരു വിഭവമായിട്ട് അടുത്തൊരു എപ്പിസോഡിൽ കാണാം. അതുവരെ ബൈ.